ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ ഇടുന്നത്. അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് ഒരു കപ്പ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, ഓരോ സ്ഥലത്തും ഉണ്ടാക്കുന്നത് ഓരോ രീതിയിലൊക്കെ ആയിരിക്കും. അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള രീതിയിലല്ല ഞാനിത് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കാളയിറച്ചിയാണ് എടുത്തേക്കുന്നത്. എല്ലോട് കൂടി എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കണം. എന്നിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കിന് അതിനകത്തേക്ക് നമുക്ക് ഒരു 3 അല്ലെങ്കിൽ 2 സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വഴണ്ട് കഴിയുമ്പോഴത്തേക്കിന് അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് കരിയാപ്പല, ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. ഇനി ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് ഏകദേശം ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാമേ, അല്ലെങ്കിൽ ഈ പൊടികളെല്ലാം കൂടെ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഇതിനകത്തേക്ക് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറു ചൂടുവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം, ഇതിലേതെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് തിളയ്ക്കുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഓൾറെഡി നമ്മൾ കഴുകി വെച്ചേക്കുന്ന കാളയിറച്ചി ഉണ്ടല്ലോ, അതായത് ഇറച്ചി മാത്രമല്ല എല്ലോട് കൂടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് നമ്മൾ കുക്കറിനകത്തേക്ക് എല്ലാം കൂടെ എടുത്ത് മാറ്റി വെക്കണം. കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ഓൾറെഡി ഇത് എടുത്തേക്കുന്നത്. അപ്പോഴത്തേക്കിന് നമുക്ക് ഓൾറെഡി ആ നന്നായിട്ട് തിളച്ചിട്ടുള്ള ആ ഒരു അരപ്പുണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഈ ഒരു കുക്കറിലേക്ക് ഈ ഇറച്ചിയുടെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പും എല്ലാം ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് 4 അല്ലെങ്കിൽ 5 വിസിൽ നമുക്ക് അടിച്ചെടുപ്പിക്കാം. അത് വിസിലടിക്കുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് കപ്പ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കപ്പ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിനകത്തേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിട്ട് അതിനകത്തേക്ക് കപ്പ നെകക്കെ വെള്ളം നമ്മൾ ഒഴിക്കണം. ഇനി അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ കപ്പയ്ക്കകത്തേക്ക് ഇടാൻ വേണ്ടിയേക്കുന്ന അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, അതിൻ്റെ കൂടെ തന്നെ ജീരകം എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, പിന്നെ കാന്താരി മുളക്, ഇത്രയാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ അരപ്പ് ഇരിക്കുന്നത്. അപ്പോഴത്തേക്കിന് നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കപ്പ. ഇനി ഇതിനകത്തിലെ വെള്ളം നമുക്ക് ഊറ്റിക്കളയണം. കപ്പയ്ക്കകത്തിലെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കപ്പ ഒന്ന് സൈഡിലോട്ടൊന്ന് മാറ്റി നടുക്കായിട്ട് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയൊരു കുഴി പോലെ ആക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലേശം വെള്ളം കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. ഇനി കരിയാപ്പലയും കൂടി ഇട്ട് ഒന്ന് പൊത്തി വെക്കാം. ഇനി അടച്ചു വെച്ചിട്ട് ഒരാവി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരാവി വരുന്നതിന് ശേഷം നമുക്ക് ഇത് തുറന്നിട്ട് നന്നായിട്ട് നമ്മുടെ കയ്യിലുള്ള ഇത് വെച്ചിട്ടാണോ അത് വെച്ചിട്ട് നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി കപ്പ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കപ്പ നന്നായിട്ട് വേവിച്ചുടച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ്. വെട്ടം ഇച്ചിരി കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ബീഫ്, അതായത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എല്ലാം. അത് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിനകത്തിട്ട് ഇളക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ നന്നായിട്ട് തിള വരുന്ന സമയത്ത് നമ്മൾ ഏകദേശം വെള്ളമൊക്കെ ചെറുതായിട്ട് പറ്റി തിള വരുന്ന സമയത്തേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന കപ്പ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കപ്പ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സെയിം അതേപോലെ തന്നെ മുമ്പേ കപ്പ ഇളക്കിയതുപോലെ തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. അതായത് ആ ഒരു ചാറും ബീഫിൻ്റെ ഇതും എല്ലാം കൂടെ ഈ കപ്പയായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും കേട്ടോ. ഇനി എന്താ, ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ട് കിട്ടും. വളരെ സിമ്പിളായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയേക്കുന്നത്. അധികം ഇതിനകത്ത് തേങ്ങ വറുത്തിടുവോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. വളരെ എളുപ്പം തന്നെ ഉണ്ടാക്കാനും പറ്റും. നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത്? ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.